ബിഗ് ബോസ് മലയാളത്തിൽ പല രീതിയിലുള്ള പലതരത്തിലുള്ള കാർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി കാർഡ് നമ്മൾ കാണുന്നത്. അത് മറ്റൊന്നുമല്ല, നോർത്തിലോട്ടൊക്കെ ഏറെ പ്രശസ്തമായ ഒരു കാർഡാണ്. മറ്റൊന്നുമല്ല, സമുദായ കാർഡ് അഥവാ മതം കാർഡ്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ പലർക്കും മടിയുണ്ടാവും, കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു മടിയില്ല. ആര്യൻ കട്ടോരിയ എന്ന മത്സരാർത്ഥിക്ക് പഞ്ചാബി ഒറിജിൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു സിഖ് മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയൊന്നും അല്ല. സിഖ് മതത്തിൽപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ സമ്മതിക്കാമായിരുന്നു, ഓക്കെ. മുടി മുറിക്കാൻ പറ്റില്ല, അത് അദ്ദേഹത്തിന്റെ മതവികാരത്തെ ഗുണപ്പെടുത്തുന്ന ഒരു സംഭവമാണ്, ഓക്കെ. പക്ഷെ ആര്യനോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ മരിക്കുമ്പോഴാണ് അവരുടെ സൈഡിലോട്ടൊക്കെ ഹിന്ദുക്കളായിട്ടുള്ളവരെ മുടി മുറിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനൊരു ആചാരത്തെ പറ്റി നമ്മളൊന്നും കൂടി കേട്ടിട്ട് കൂടിയില്ല. നമ്മളും ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തൊക്കെ തന്നെയല്ലേ. ഒരു രീതിയിലും ലോജിക് ഇല്ലാത്തൊരു കാര്യമാണ് ആര്യൻ ആ പറഞ്ഞത്. അതിലെ ലോജിക് ഇല്ലായ്മ മനസ്സിലാക്കിയിട്ടായിരിക്കണം പിന്നീട് ആര്യൻ അതിനുവേണ്ടി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഞാൻ മുടി മുറിച്ചോളാം, പക്ഷെ വരുന്ന എവിക്ഷനിൽ നിങ്ങൾ ആരും എന്നെ നോമിനേറ്റ് ചെയ്യരുത്. ഒരു എവിക്ഷനിലും എന്നെ നോമിനേറ്റ് ചെയ്യരുത്, ഒരിക്കലും എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ആര്യൻ അവിടെ വെച്ച കണ്ടീഷൻ. ആ ഒരു കണ്ടീഷൻ ഹൗസ് മേറ്റ്സ് സമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആര്യൻ മുടി മുറിച്ചേനെ. അവിടെ അച്ഛന്റെ കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ മറന്നേനെ. പക്ഷെ കണ്ടസ്റ്റൻസ് പറഞ്ഞത് എന്താണ്? വേണ്ട, അങ്ങനെ ഒരു ഡീല് ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. അതിനുശേഷം പുള്ളി ഈ കണ്ടീഷനെ പറ്റിയോ ആചാരത്തെ പറ്റിയോ ഒന്നും ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം സ്ഥാനത്ത് പോയി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ ജ്യൂസ് കുടിച്ചോളാം, എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ജിസേൽ നല്ല ഒന്നാമതൊരു വുമൺ കാർഡായിരുന്നു അവിടെ ഇറക്കിയത്. എനിക്ക് എന്റെ സൗന്ദര്യം നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജിസേൽ അവിടെ നിന്നത്.